ബലറാം ഒറ്റ പോസ്റ്റിട്ടേക്കുന്നു. അയാൾ ശരിയായ നിലപാട് സ്വീകരിക്കുമെങ്കിൽ അയാളെ കൂടെ നിർത്തിക്കൊണ്ട്, അയാൾ തൻപൂരുമേൽ ധിക്കാരവും തുടരുകയാണെങ്കിൽ അയാളെ പരാജയപ്പെടുത്തിക്കൊണ്ട് നിലമ്പൂർ സിറ്റി UDF പിടിച്ചെടുക്കും. ആയിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ. അല്ല, താങ്കളെ ഉദ്ദേശിച്ച് തന്നെയാണോ? ആർക്കും അതെനിക്കറിയില്ല, ഉദ്ദേശത്തിന് അർത്ഥമല്ലല്ലോ. ഒരു ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇന്നിപ്പം മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയല്ലോ, കാര്യങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായോ? അല്ല, അനുകൂലം പ്രതികൂലം ഒന്നുമല്ല, ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞത്രേ ഉള്ളൂ. അല്ല, എന്തെങ്കിലും ഒരു മറുപടി അല്ല, കുഞ്ഞാടി സാഹിബിന് മറുപടി പറയാൻ കഴിയില്ല. കോൺഗ്രസ് ആണല്ലോ വിഷയങ്ങൾ. നേതാക്കളെല്ലാം ഇന്നിപ്പോ ഇവിടെ വരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഒക്കെ ഇപ്പം നിലമ്പൂരുണ്ട്. നിലമ്പൂര് വരുന്നു, മലപ്പുറത്തുണ്ട്. നിലമ്പൂര് ഭയങ്കര മഴയെന്ന് കേട്ടു. ആ, വരട്ടെ, അവരുടെ ഡ്യൂട്ടി അല്ലേ. ഒറ്റ കാര്യം, അതായത് UDF നേരത്തെ തന്നെ ഈ അസോസിയേറ്റ് സ്ഥാനം അസോസിയേറ്റ് മെമ്പർ ആക്കാൻ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. അത് അങ്ങനെയാണ് UDF പറയുന്നതെങ്കിൽ, കോൺഗ്രസ് പറയുന്നെങ്കിൽ അത് അംഗീകരിക്കുമോ അതോ മതകക്ഷിയാക്കണോ എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കും? അല്ല, അതൊക്കെ നിങ്ങൾ ആലോചിച്ച് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കണല്ലോ. അതൊക്കെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയിട്ട് തീരുമാനിക്കും. അല്ല, മുമ്പേ അങ്ങനെ തൃണമൂലിന്റെ നേതാക്കൾ പറഞ്ഞത് ഘടകകക്ഷിയാക്കിയാലേ ഞങ്ങൾ അടങ്ങും എന്നുള്ളതാണ്. അല്ല, അത് തൃണമൂലിന്റെ ആ നേതാക്കന്മാരുടെ അഭിപ്രായമായിട്ട് കണ്ടാൽ മതി. ലീഗ് നേതാക്കളെ കണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചു. എന്താവശ്യം? എന്താണ് നമുക്ക് ഒരാവശ്യമില്ല, ഒരാവശ്യമില്ലാത്ത ആളാ ഞാൻ. മത്സരിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. താങ്കൾ ഇവിടെ മത്സരിക്കാൻ? അല്ല, അത് തെരഞ്ഞെടുപ്പല്ലേ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രധാന പൊളിറ്റിക്കൽ മൂവ്മെന്റിന്റെ ഭാഗമാണല്ലോ. തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മത്സരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ഒന്നുമില്ലെങ്കിൽ ഒരു ഒറ്റയ്ക്ക് മത്സരിക്കണം, അല്ലെങ്കിൽ മുന്നണിയുടെ ഭാഗമായിട്ട് മത്സരിക്കണം. എന്തായാലും ഒരു മത്സരം ഉണ്ടാവണല്ലോ. അല്ലെങ്കിൽ മത്സരിക്കുന്നവരോടൊപ്പം ഉണ്ടാവണം. എല്ലാത്തിനും മാറി നിൽക്കാൻ കഴിയും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക്. ഇത്രേ ഉള്ളൂ. അല്ല, അതൊക്കെ നോക്കാന്നേ. ജയം തീരുമാനിക്കുന്നത് ജനല്ലേ. ഒറ്റ കാര്യമുള്ളൂ, ഈ അസോസിയേറ്റ് അംഗമാക്കാനാണ് UDF വീണ്ടും പറയുന്നതെങ്കിൽ, കോൺഗ്രസ് വീണ്ടും പറയുന്നെങ്കിൽ അത് അംഗീകരിക്കും. അല്ല, അസോസിയേറ്റ് അംഗത്തിനൊക്കെ സമയം കഴിഞ്ഞു പോയി.